നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ജിബിൻ ബെന്നി പ്രാർത്ഥിച്ചാട്ടെ. ജിബിൻ ബെന്നി പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ദൈവമേ തുറക്കുക നല്ല കർത്താവെ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവന്റെ വചനം പഠിക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. പഠിപ്പിക്കുന്ന അധ്യാപനം എല്ലാം ദൈവം ബലപ്പെടുത്തുമാറാകണം. ദൈവജനത്തിന് നന്മ നൽകി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സ്തോത്രം. കർത്താവിന്റെ വലിയ അധ്വാനിപ്പാകരങ്ങളിൽ ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ നന്മയ്ക്കായി ചെയ്യണം. മഹത്വം അങ്ങേക്ക് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ധന്യനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ വീടിന്റെ ഒരു മൈക്ക് കൊണ്ടുവച്ചൊരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ പരിപാടികൾ നടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് റൂമിന്റെ എല്ലാം മാറ്റി എല്ലാം എടുപിടിയിൽ നിന്ന് മാറ്റി വെക്കേണ്ട ഒരു നിർബന്ധം ഉണ്ടായി. അതുകൊണ്ടാണ് എന്റെ കമ്പ്യൂട്ടറിന്റെ സെറ്റിംഗ് ഒക്കെ ഇച്ചിരി മാറിക്കിടക്കുകയാണ്. എല്ലാം നോക്കാൻ സമയം കിട്ടിയില്ല. രാവിലെ തൊട്ട് മറ്റ് ചില ക്ലാസ്സുകളുടെ ഇത് ബിസിയായിരുന്നു. അത് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവവചന പഠനത്തിനായിട്ട് വീണ്ടും നമ്മുടെ കാതുകളെ തുറക്കാം. ഹൃദയം ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുവാനായിട്ട് സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ ഒന്നാമത്തെ ലേഖനത്തിൽ നിന്നും ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ലേഖനം ആദ്യത്തെ 6 അധ്യായങ്ങളിൽ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന വിവിധ വിഷയങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് അവർക്ക് പ്രബോധനമായോ ശാസനയായിട്ടോ ഒക്കെ പൗലോസ് എഴുതിയതാണ്. തുടർന്ന് 7 മുതലുള്ള അധ്യായങ്ങളിൽ വളരെ സങ്കീർണമായ വിഷയങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പൗലോസ് അവർക്ക് വേണ്ട ആലോചനകൾ നൽകുന്നതാണ്, കൽപ്പനകൾ കൊടുക്കുന്നതാണ് നമ്മൾ കാണുവാൻ കഴിയുന്നത്. 7-ാം അധ്യായത്തിൽ മാരേജ് ആൻഡ് സെലിബസി എന്നുള്ള വിഷയം, വിവാഹവും അവിവാഹിതാവസ്ഥയും തമ്മിലുള്ള ആ 2 വിഷയങ്ങൾ അഡ്രസ് ചെയ്തിരിക്കുകയാണ്. 8 മുതൽ 8-ന്റെ 1 മുതൽ 10-ന്റെ 13 വരെ വളരെ സങ്കീർണമായ ഒരു വിഷയം, അതായത് വിഗ്രഹാർപ്പിതം സംബന്ധിച്ച് അവരുടെ സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. കൊരിന്ത സഭയ്ക്ക് മാത്രമല്ല, ഇന്നത്തെ ആധുനിക വിശ്വാസ സമൂഹത്തിന് പോലും ഈ വിഷയത്തിൽ ഇരട്ടിൽ തപ്പുന്ന ഒരു അനുഭവമാണ് പലർക്കും ഉള്ളത്. പൗലോസ് പറയുന്ന ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല. an idol is nothing in this world. ഒരു നിർജീവ വസ്തുവിന് അതിൽ തന്നെ യാതൊരു ശക്തിയുമില്ല. യിരെമ്യാ പ്രവാചകനും പറയുന്നു, യിരെമ്യാ പ്രവാചകനോട് യഹോവയാം ദൈവം അരുളി ചെയ്യുന്നു, 10-ാം അധ്യായം 5-ാം വാക്യം, വിഗ്രഹങ്ങൾക്ക് ഗുണം ചെയ്യുവാൻ അതിന് കഴിവില്ല, ദോഷം ചെയ്യുവാനും അതിന് കഴിവില്ല. അങ്ങനെ ഇരിക്കെ വിഗ്രഹങ്ങൾ ഏതുമില്ല, വിഗ്രഹാർപ്പിതത്തിന് പ്രത്യേകതകളൊന്നുമില്ല. ആ കാര്യം പൗലോസ് പറയുമ്പോൾ തന്നെ അറിവുള്ളവർക്ക്, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം മൂലം അവർക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം, അതേക്കുറിച്ച് അറിവുള്ളവർക്ക് അത് വിനിയോഗിക്കുമ്പോൾ തന്നെ ചില മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം കൊടുത്തിരിക്കുന്നു. 8, 9, 10 അധ്യായങ്ങളിൽ അതാണ് കാണുന്നത്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യം മറ്റൊരു അടിമത്വത്തിലേക്ക്,
അഡിക്ഷനിലേക്ക്, അധീനതയിലേക്ക് നമ്മെ നയിക്കരുത്. 1-ാം അധ്യായം 6-12 വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അത് മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ ഇവിടെ പഠിച്ചതാണ്. മറ്റൊന്ന് 8-13 പറയുന്നത് പോലെ നമ്മുടെ സ്വാതന്ത്ര്യം സഹോദരന് ഇടർച്ച ഉണ്ടാക്കരുത്. ബലഹീനനായ ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ അവന് ഇടർച്ച ഉണ്ടാകരുത്. 10-ാം അധ്യായത്തിലും 23-24 വാക്യങ്ങളിൽ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുകയും ആത്മീക വർധന വരുത്തുകയും ചെയ്യണം. നമുക്കറിവുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ അങ്ങ് തോന്നിയതുപോലെ വിനിയോഗിക്കുക. പക്ഷെ അത് സഹോദരനെ പണിയുവാനല്ല, ആത്മീക വർധന വരുത്തുന്നതിന് പകരം അവരെ ഇടിച്ചു കളയുകയാണ്. അവന്റെ ബലഹീന മനസാക്ഷിക്ക് ഇളക്കം തട്ടുകയാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. സഹോദരൻ ആത്മീക വർധന വരുത്തുന്ന നിലയിൽ വേണം നമ്മുടെ സ്വാതന്ത്ര്യം വിനിയോഗിക്കാൻ. 10-31 പറയുന്ന തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന് മഹത്വമാകണം. അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തും വിധം വേണം നാം നമ്മുടെ സ്വാതന്ത്ര്യം വിനിയോഗിക്കുവാൻ. ഒടുവിൽ 10-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവർ രക്ഷിക്കപ്പെടുന്നതിന് തടസ്സമാകരുത്. നമ്മുടെ ഒരു പ്രവൃത്തി ഒരുത്തന്റെ രക്ഷയ്ക്ക് തടസ്സമാകരുത്. അതുകൊണ്ട് നാം വളരെ പരിജ്ഞാനത്തോടെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ വിനിയോഗിക്കണം. വിഗ്രഹാർപ്പിതം സംബന്ധിച്ച് ആ മാർഗനിർദ്ദേശം അദ്ദേഹം നൽകുകയാണ്. സ്വന്തം പ്രമോദത്തെക്കാൾ മറ്റുള്ളവരുടെ ആത്മീക വർധനമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ വിഷയത്തിൽ പൗലോസ് തന്റെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 9-ാം അധ്യായത്തിൽ സംസാരിച്ചത് നമ്മൾ പഠിച്ചു. അവരുടെ ഇടയിൽ നല്ല സാക്ഷ്യമുള്ളവനായി അധ്വാനിച്ച അപ്പോസ്തലനായിരുന്നുവെങ്കിലും തനിക്ക് ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ അവരുടെ ഇടയിൽ അധ്വാനിച്ച് അവരെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഒരു ശുശ്രൂഷക്കാരൻ എന്നുള്ള നിലയിൽ തനിക്ക് വിനിയോഗിക്കുവാൻ അല്ലെങ്കിൽ അനുഭവിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന പല സ്വാതന്ത്ര്യങ്ങളും താൻ ഉപേക്ഷിച്ചു. അതിന്റെ കാരണങ്ങളും ചിലത് അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അതിനെ ആവർത്തിക്കുന്നില്ല, അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ തന്റെ ആ മാതൃക ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൗലോസ് അവരോട് പറയുന്നത്, നിങ്ങൾ എന്റെ അനുകാരികളാകുവിൻ. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അടുത്ത 2 വിഷയങ്ങൾ പൊന്തി വരികയാണ്. സ്ത്രീകൾ തലമറയ്ക്കാതെ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്നു. സ്ത്രീകൾ തലമറയ്ക്കാതെ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്നു. പിന്നെ കർത്തൃമേശയിൽ അവർ കാട്ടുന്ന ചില തെറ്റായ പ്രവണതകൾ, കർത്തൃമേശയിൽ കർത്താവിന്റെ അത്താഴം സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ, ഇതൊക്കെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പിന്നെയും പറയുകയാണ്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുവിൻ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ അപ്പോസ്തലനായ പൗലോസ് യേശു ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും എന്റെ അനുകാരികളാകുവേ. വിഗ്രഹാർപ്പിതം സംബന്ധിച്ച് താൻ പറഞ്ഞ അതേ കാര്യം ഇവിടെയും അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എന്റെ അനുകാരികളാകുവേ. ഇവിടെ 2 വിഷയങ്ങൾ. ഒന്നാമത്തെ വിഷയം, സഭായോഗങ്ങളിൽ സ്ത്രീകൾ തങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ അമിതമായി ദുരുപയോഗം ചെയ്യുകയും, അതുപോലെ തന്നെ തിരുവത്താഴം സംബന്ധിച്ച് നമ്മൾ കണ്ടല്ലോ, തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നവർ ക്രമരഹിതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിഗ്രഹാർപ്പിതങ്ങളുടെ വിഷയത്തിൽ എന്ന പോലെ മറ്റു വിഷയങ്ങളിലും ചിലർ തങ്ങളുടെ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുന്നു. അതുകൊണ്ട് അവരോട് പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളായിരിപ്പീൻ. സ്ത്രീകൾ തലമറയ്ക്കാതെ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്നു. 1-ാം അധ്യായത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. റോമാ സമൂഹത്തിൽ യഹൂദനെന്ന് യവനനെന്നും ദാസനെന്നും സ്വതന്ത്രനെന്നും സ്ത്രീയെന്നും പുരുഷനും എന്നിങ്ങനെ വംശവർഗ ലിംഗപരമായ വൈജാത്യം നിലനിന്നിരുന്നു. എന്നാൽ ക്രിസ്തുവേശുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നിരിക്കുന്നതോടുകൂടി ഈ വിധത്തിലുള്ള അസമത്വങ്ങൾ നീങ്ങിയിട്ട് എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി മാറുന്നു. ഗലാത്യ ലേഖനത്തിൽ നമ്മുടെ സ്ക്രീനിൽ അത് കാണുന്നുണ്ട്. വാക്യം 3-27-28 വാക്യങ്ങൾ കാണുന്നു.
ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനെന്നില്ല. ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നോക്കണം, യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. യഹൂദനും യവനനും എന്നില്ല ഈ പ്രഖ്യാപനം കേൾക്കുമ്പോൾ നമുക്ക് വലിയ പ്രത്യേകതയൊന്നും തോന്നില്ല. എന്നാൽ ആ കാലഘട്ടത്തിന്റെ സാമൂഹിക വ്യവസ്ഥകളെ കുറിച്ച് അറിയുമ്പോൾ മാത്രമേ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ പുതുതായി ലഭിച്ചിരിക്കുന്ന ഈ സമത്വവും സ്വാതന്ത്ര്യവും സംബന്ധിച്ചുള്ള പ്രഖ്യാപനത്തിലൂടെ പൗലോസ് എത്ര വലിയ ഒരു മാറ്റത്തെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് ഏകദേശ രൂപമെങ്കിലും അറിയുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. ആ കാലത്തെ സാമൂഹിക വ്യവസ്ഥകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ബൈബിൾ അടിസ്ഥാനമാക്കി ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യഹൂദനല്ലാത്തവനെല്ലാം നായ്ക്കളായിരുന്നു, അഥവാ ഡോഗ്സ്. ഒരു കണ്ടംഷ്യസ് വ്യൂ, നിന്ദാപൂർണമായ കാഴ്ച, അവജ്ഞാപരമായ കാഴ്ച മറ്റ് ജാതികളോട് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്നു. അതിന് നമ്മുടെ ബൈബിളിൽ തെളിവുകളുമുണ്ട്. സുറോഫൈനിക്കാരിയായ ഒരു സ്ത്രീ, ഒരു കനാനി സ്ത്രീയോട് അവൾ വന്ന് തന്റെ മകളുടെ ഭൂതോപദ്രവം സൗഖ്യമാക്കുവാൻ നിലവിളിച്ചു പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് വരുന്ന കനാനി സ്ത്രീ, ആ സ്ത്രീയോട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണ്? മത്തായി 15-ാം അധ്യായത്തിലും മർക്കോസ് 7-ാം അധ്യായത്തിലും നമ്മളത് കാണുന്നുണ്ട്. മത്തായി 15-ന്റെ 21 മുതലുള്ള വാക്യങ്ങളിലും മർക്കോസ് 7-ന്റെ 24 മുതലുള്ള വാക്യങ്ങളിലും ആ സംഭവം വിവരിക്കുന്നുണ്ട്. ആ കനാനി സ്ത്രീയോട് യേശു പറയുന്നത്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. ഞാൻ ആ സബ്ജക്റ്റിലേക്കല്ല പോകുന്നത്, ആ കാഴ്ചപ്പാടാണ് പറയുന്നത്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദനല്ലാത്തവരെല്ലാം നായ്ക്കളാണ്. അതുകൊണ്ടാണ് മക്കളുടെ അപ്പം യഹൂദന്മാർക്കാണ്. ഇപ്പോൾ ഞാൻ യഹൂദൻ സ്വജനത്തിന്റെ ഇടയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ യഹൂദന്റെ കാഴ്ചപ്പാടിൽ ജാതികൾ മറ്റുള്ളവരെല്ലാം നായ്ക്കള്. ഇവിടെ പറയുക യഹൂദനും യവനനും വന്നില്ല. ഇനി യവനന്റെ കാഴ്ചപ്പാടും, യവനന്മാരെ സംബന്ധിച്ചിടത്തോളം യവനന്മാരല്ലാത്തവരെല്ലാം ബർബരന്മാർ, ബാർബേറിയന്മാർ, അപരിഷ്കൃതർ. ബാർബേറിയൻസ് മീൻസ് റൂഡ് ആൻഡ് ക്രൂഡ്, അൺസിവിലൈസ്ഡ്. അപരിഷ്കൃതരായ കാട്ടാളന്മാരെ പോലെയുള്ള മനുഷ്യർ. യവനനല്ലാത്തവനെല്ലാം അൺസിവിലൈസ്ഡ്, ബാർബേറിയൻസ് ആണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരുവായിരുന്ന അരിസ്റ്റോട്ടിൽ അലക്സാണ്ടറിന് കൊടുത്ത നിർദ്ദേശപ്രകാരം ലോകത്തെ ഹെല്ലനൈസേഷൻ എന്ന നടപടിയിലൂടെ ഒരു പരിഷ്കൃത സമൂഹമായി അപ്ലിഫ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിച്ച്, ഹെല്ലനൈസേഷൻ അഥവാ യവന സംസ്കാരവും യവന ഭാഷയും യവന മതവും പ്രചരിപ്പിച്ചുകൊണ്ട് ലോകത്തെ ഒരു പരിഷ്കൃത സമൂഹമായി എടുത്തുയർത്തുവാൻ അലക്സാണ്ടറെ പ്രേരിപ്പിച്ചത് അരിസ്റ്റോട്ടിലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ബാർബേറിയൻസ് ആണ്, റൂഡ് ആൻഡ് ക്രൂഡ്, അൺസിവിലൈസ്ഡ് ആണ് യവനന്റെ കാഴ്ചപ്പാട്. യഹൂദന്റെ കാഴ്ചപ്പാട് നായ്ക്കളാണ്. ഇനി അടുത്തത് ദാസനും സ്വതന്ത്രനും. ദാസനും നല്ല അവിടെ പറയുന്നത് കേട്ടോ, അടിമയെന്നാ പറയുന്നത്. ഡ്യൂലോസ് എന്നുള്ള ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം അടിമയെന്ന് മാത്രമേ ഉള്ളൂ, ദാസൻ എന്നല്ല. ദാസൻ എന്ന് പറയാൻ നിരവധി വേറെ വാക്കുകളുണ്ട്. ഡ്യൂലോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അടിമയെന്ന്. അടിമയും എലിയൂത്തറോസ്, എലിയൂത്തറോസ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രൻ, സിറ്റിസൺ, സ്വതന്ത്രനാണ്. അപ്പോൾ ഒരു അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദാസനിൽ നിന്നൊക്കെ ഒത്തിരി താഴെ അവന്റെ സ്ഥാനം എന്ന് പറയാം. ദാസൻ കൂലി പറഞ്ഞിട്ട് പണി ചെയ്യുന്നവന്, തന്നെ സമയമുള്ളപ്പോൾ പണി ചെയ്യുന്നവനാണ്. അടിമ അങ്ങനെയല്ല, യജമാനന്റെ ഒരു പ്രോപ്പർട്ടിയായി
ചന്തയിൽ നിന്നും മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധനം പോലെ യജമാനന്റെ ഒരു പ്രോപ്പർട്ടി ആയിരിക്കുന്ന അവനൊരു ഐഡന്റിറ്റിയിൽ ഒരു അഭിപ്രായമില്ല, ഒരു വിൽപ്പന ചരക്ക് മാത്രമാണ്. ക്രിസ്തുയേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. യഹൂദന് യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നുമില്ല, നോ ഡിഫറൻസ്. ഇനി ഒന്നുകൂടെ വിട്ടുപോയല്ലോ, ആണും പെണ്ണുമെന്നില്ല. അതെന്താണ് പ്രശ്നം? അന്നത്തെ സമൂഹത്തിൽ അടിമയ്ക്ക് തൊട്ടു മുകളിൽ മാത്രമായിരുന്നു സ്ത്രീയുടെ സ്ഥാനം. അപ്പൊ ക്രിസ്തുവിനോട് ചേരുന്നതോടുകൂടി ആ ഡിഫറൻസും മാറിക്കിട്ടിയിരിക്കുന്നു. ആരെങ്കിലും ഗലാത്യർ 3:26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. ഗലാത്യർ 3:26 മുതൽ 28 വരെ. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. നിങ്ങളെ സാധിക്കുന്നവർ നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കിയിരിക്കുക. ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ കുറെ പേരുകളും കുറെ നമ്പറുകളും അക്ഷരങ്ങളും കണ്ട് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. പരസ്പരം ക്ലാസ് എടുക്കുമ്പോൾ കണ്ട് സംസാരിക്കുന്നതല്ലേ ഒരു ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. കുറെ പേരുടെയെങ്കിലും മുഖങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഫീലിംഗ് ഉണ്ടാകും. നിങ്ങൾ പലരും ശുശ്രൂഷയിലൊക്കെ നിൽക്കുന്നവരല്ലേ, നിങ്ങൾക്ക് അത് മനസ്സിലാകില്ലേ? നിങ്ങളെ ശുശ്രൂഷയിലിരിക്കുമ്പോൾ എല്ലാവരും കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? എല്ലാ ദേവദാസന്മാരും അത് പറഞ്ഞ് അങ്ങ് മടുത്തിരിക്കുകയാണ്. ദയവായിട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളായി തീർന്നു. എങ്ങനെയാ? ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ. അപ്പോൾ ഇപ്പോൾ സമത്വമാണ്. പക്ഷെ ഈ സമത്വം എന്ന് പറയുന്നത് ഇന്ന് ലോകം കാണുന്നത് പോലെ ഒരു സാമൂഹിക സ്ഥിതി സമത്വം ഉണ്ടാക്കുവാൻ, ഭൗതികമായ ഒരു സ്ഥിതി സമത്വമല്ല. അതിനായിട്ട് നമ്മുടെ കർത്താവോ അപ്പോസ്തലന്മാരോ ആരും പരിശ്രമിച്ചിട്ടില്ല. അത് കൂട്ടത്തിൽ പറയണം, അല്ലെ ഒരു കൺഫ്യൂഷൻ ആവും. കത്തോലിക്കരും മറ്റും അങ്ങനെ ചില അവരുടെ ബിഷപ്പുമാരൊക്കെ ആ ഒരു ദൗത്യത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല. എഫേസ്യർ 6:5 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളും ഈ കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ 7:11 മുതൽ 22 വരെയുള്ള വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ എഫേസ്യർ 6:5 മുതൽ 9, 1 കൊരിന്ത്യർ 7:11 മുതൽ 22 ഒക്കെ വായിക്കുമ്പോൾ ആയിരിക്കുന്ന സ്ഥിതിയിൽ വിശ്വസ്തരായിരിക്കുവാൻ മാത്രമേ വചനം പഠിപ്പിക്കുന്നുള്ളൂ. നമ്മളെ ദൈവമാക്കി വെച്ചിരിക്കുന്ന നിലയിൽ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുന്നെങ്കിൽ മാറ്റട്ടെ, ദൈവം നമ്മുടെ ഭൗതിക സ്ഥിതി മാറ്റുന്നുവെങ്കിൽ മാറ്റട്ടെ. എന്നാൽ ഭൗതിക സ്ഥിതിയേക്കാൾ ആത്മീക സമത്വത്തിനാണ് പുതുനിയമം പ്രാധാന്യം നൽകുന്നത്. വിളിക്കപ്പെട്ട അവസ്ഥയിൽ വിശ്വസ്തരായിരിക്കുക. അപ്പോൾ എനിവേ ഇവിടേക്ക് മടങ്ങി വരാം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നത്, അതിലൂടെ ഒരു ആത്മീകമായ ഒരു സമത്വം വന്നിരിക്കുകയാണ്. എന്നാൽ ഈ പുതിയ അവസ്ഥ ചിലർ അമിത സ്വാതന്ത്ര്യത്തിന് ഉപായമാക്കി മാറ്റി. മത്സരികളായ ചില സ്ത്രീകൾ മൂടുപടമിടാതെ സഭായോഗങ്ങളിൽ പങ്കെടുത്തു വന്നു. അവർ പുരുഷന്മാർ ചെയ്യുന്ന ശുശ്രൂഷകളെ വ്യാഖ്യാനിക്കുവാനും വിവേചിപ്പാനും തുടങ്ങി. പ്രാർത്ഥിക്കുവാനും പ്രവചിക്കുവാനും സ്ത്രീക്ക് അനുവാദമുണ്ട്. എന്നാൽ അധ്യക്ഷനായിരിക്കാനോ സ്ത്രീക്ക് സഭയിൽ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ദൈവവചനം അനുവാദം നൽകുന്നില്ല. വളരെ ക്ലിയർ ആണ്. കാലം മാറിയത് കൊണ്ട് ഈ വ്യവസ്ഥയ്ക്കൊന്നും മാറ്റം വന്നിട്ടില്ല. ഉപദേശിപ്പാൻ സ്ത്രീകൾക്ക് വേദികളുണ്ട്. എന്നാൽ ദൈവവചനം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. 1 തിമോത്തി 3:2 വാക്യം വായിക്കാം. 1 തിമോത്തി 3:2 വാക്യം. എന്നാൽ അധ്യക്ഷൻ ഏക ഭാര്യയുടെ ഭർത്താവും നിർമ്മലനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും. ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം എന്ന് പറയുമ്പോൾ പുരുഷനായിരിക്കണം. ഇനി 2:12 വാക്യം. 2:12 വാക്യത്തില്
1 തിമോത്തി 2:12 വാക്യം. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ഇതിന്റെ അർത്ഥം ആരെ ഉപദേശിക്കരുതെന്നല്ല. സഭയിൽ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാൻ ഉപദേശിക്കാനാണ്. അല്ല, സഹോദരി സമാജങ്ങളുണ്ട്, സുവേദ വേലകളുണ്ട്, സൺഡേ സ്കൂളുണ്ട്, അങ്ങനെ പല വേദികൾ സ്ത്രീകൾക്ക് ദൈവം ഒരുക്കിയിട്ടുള്ള വേദികളുണ്ട്. എന്നാൽ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനും പുരുഷന്മാരോട് ഉപദേശിപ്പാനും ദൈവവചനം പറഞ്ഞിട്ടില്ല. വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യം വ്യക്തമായി തന്നെ മനസ്സിലാക്കണം. ക്ലിയർ കട്ടാണ്. 1 കൊരിന്ത്യർ 14:34-35 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 14:34-35 വാക്യങ്ങൾ. സർവസഭകളിലും വിശുദ്ധന്മാരുടെ സർവസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. ന്യായപ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിപ്പാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. വായിച്ചോളൂ. അവർ വല്ലതും പഠിപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ. ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടത്. അപ്പം ആ കാലഘട്ടത്തിൽ തലമുടി മറയ്ക്കുക, തലമറയ്ക്കുക, അതായത് മൂടുപടം ഇടുക, ആ കാര്യങ്ങളൊക്കെ അതിന്റെയൊക്കെ പ്രസക്തി കാലദേശ സീമകൾക്ക് അതീതമായിട്ടുമുണ്ട്. കൊരിന്ത്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മാന്യ സ്ത്രീകൾ അവിടെ മൂടുപടമിടാതെ നടക്കുന്നതും മുടി കത്തിരിക്കുന്നതും വളരെ അത്യപൂർവമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ സഞ്ചരിക്കുന്നവർ തങ്ങൾ ദേവദാസിമാരാകുന്നു എന്നൊരു സന്ദേശം സ്വയം പരസ്യം ചെയ്യുകയായിരുന്നു. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം ദൈവം വെച്ചിരിക്കുന്ന ക്രമങ്ങൾക്ക് മാറ്റം വരുത്തുന്നില്ല. അത് അസമത്വമല്ല, സഭയുടെ സമാധാനപരമായ നടത്തിപ്പിന് വേണ്ടി കരുതിയിട്ടുള്ള ക്രമസംവിധാനമാകുന്നു. സ്ത്രീക്ക് സഭയിലുള്ള സ്ഥാനങ്ങൾ 3 അടിസ്ഥാന വസ്തുതകൾ ആശ്രയിച്ചിരിക്കുന്നു. ദൈവവചനം ഇവിടെ പറയുന്നത് 1, വീണ്ടെടുപ്പിന്റെ മാതൃക ചൂണ്ടിക്കാണിക്കുകയാണ്. 1 കൊരിന്ത്യർ 11:3-7 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. 3 മുതൽ 7 വരെ വായിച്ചാട്ട്. 1 കൊരിന്ത്യർ 11:3 മുതൽ 7 വരെ. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു. അത് അവൾ ക്ഷൗരം ചെയ്യിച്ചതുപോലെയല്ലോ. സ്ത്രീ മൂടുപടം ഇടുന്നത് മുടി കത്തിരിച്ചു കളയട്ടെ. കത്തിരിക്കുന്നതോ ക്ഷൗരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സും ആകയാൽ മൂടുപടം ഇടേണ്ടതല്ല. സ്ത്രീയോ പുരുഷന്റെ തേജസ് ആകുന്നു. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. യോഹന്നാൻ 10:30 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പോൾ തന്നെ 14-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ പറയുന്നു, പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. ഈ ട്രയൂൺ ഗോഡ്, ത്രിയേക ദൈവത്തിന്റെ ഒരു ക്രമ സംവിധാനം അതിങ്ങനെയാണ്. Regarding the triune God, the Father, the Son, and the Holy Spirit, all 3 persons of the Godhead are equal by nature. ശക്തിയില്, മഹത്വത്തില്, പദവിയില്, ബഹുമാനത്തില്, എല്ലാത്തിലും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവം സമത്വമുള്ളവരാണ്. അപ്പോൾ തന്നെ but the Son is subordinated to the Father for his mission of redemption. വീണ്ടെടുപ്പിന്റെ കാര്യത്തിൽ പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. And the Holy Spirit is subordinated to the Father and the Son of God in his mission. അപ്പോൾ ക്രമം എങ്ങനെയാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം ഈക്വലായി നിൽക്കുന്നു. പദവി, ശക്തി, മഹത്വം സകലത്തിലും. അതുകൊണ്ടാണ് ഞാൻ പിതാവ് ഒന്നാകുന്നു എന്ന് പറയുന്നത്. പിതാവിനേക്കാൾ വലിയവനാകുന്നു എന്ന് പറയാൻ കാരണം
വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ദൈവിക ക്രമത്തിൽ പുത്രൻ പിതാവിന് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനും കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്നു. ഇതാണ് ദൈവിക വ്യവസ്ഥ, ത്രിയേക ദൈവത്തിന്റെ വ്യവസ്ഥ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തത്വത്തിൽ സമന്മാരാണ്. എന്നാൽ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇതേ തത്വമാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവസഭയിൽ അനുവർത്തിക്കുവാൻ പറയുന്നത്. സ്ത്രീയും പുരുഷനും ദൈവസഭയിൽ തുല്യതയുള്ളവരാണ്. എന്നാൽ സ്ത്രീ പുരുഷന് കീഴ്പ്പെട്ടിരിക്കുവാൻ ദൈവവചനം അനുശാസിക്കുന്നു. ഗലാത്യർ 3:27-28 പറഞ്ഞിരിക്കുന്നതിനോട് കൂടെ ചില വചനഭാഗങ്ങളോട് ചേർത്ത് വായിക്കണം. എഫേസ്യർ 5:21 മുതൽ 33 വരെയുള്ള വചനഭാഗം വായിക്കണം. എഫേസ്യർ 5 മുഴുവൻ വായിക്കണ്ട, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. 5:21 മുതൽ 33 വരെ. 22-ാം വാക്യത്തിൽ പറയുന്നു, ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ പാരലൽ എപ്പിസോഡാണ് കൊലോസ്യർ 3:18 പറയുന്നു, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവീൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുകൂടെ പറഞ്ഞു പോകണമല്ലോ. കീഴടങ്ങുവീൻ എന്ന് പറയുവാൻ ഹ്യൂപ്പോട്ടാസോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹ്യൂപ്പോട്ടാസോ എന്ന് പറയുന്ന ഗ്രീക്ക് പദം. കീഴടങ്ങുക എന്ന് പറയുവാൻ ഹ്യൂപ്പോട്ടാസോ എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പദത്തിന് ഇതിന് ഹൈപ്പോത്തീസിസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കൊക്കെ വന്നിരിക്കുന്നത്. ഹ്യൂപ്പോട്ടാസോ എന്നുള്ള വാക്കിന് കീഴെ പ്രതിഷ്ഠിക്കുക എന്നാണ്. ഹ്യൂപ്പോട്ടാസോ എന്നുള്ള വാക്കിന് കീഴെ പ്രതിഷ്ഠിക്കുക എന്നാണ് അർത്ഥം. അപ്പം ഇത് സ്ത്രീ സ്വയം ചെയ്യുന്നതാണ്. പുരുഷന് കീഴടക്കുവാൻ ദൈവവചനം അനുവാദം കൊടുത്തിട്ടില്ല. കീഴടക്കുക സബ്ജുഗേഷൻ അല്ല, സബ്മിഷനാണ്. അത് സ്ത്രീ വില്ലിംഗ്ലി ചെയ്യേണ്ട കാര്യമാണ്. പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനും കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ സ്ത്രീ പുരുഷന് കീഴ്പ്പെട്ടിരിക്കുക. അത് സ്ത്രീ വില്ലിംഗ്ലി അവൾ ചെയ്യുന്ന കാര്യമാണ്. കീഴെ പ്രതിഷ്ഠിക്കുകയാണ്. ഹ്യൂപ്പോട്ടാസോയാണ്. കീഴെ പ്രതിഷ്ഠിക്കുകയാണ്, കീഴടക്കുകയല്ല. ഇന്ന് പല പുരുഷന്മാരും ധരിച്ചു പോകുന്നത് കീഴടക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടെന്നാണ്. അങ്ങനെയല്ല, കീഴടക്കാൻ അനുവാദമല്ല. ഇറ്റ് ഈസ് നോട്ട് സബ്മിഷൻ, ഇറ്റ് ഈസ് നോട്ട് സബ്ജുഗേഷൻ, ഇറ്റ് ഈസ് സബ്മിഷൻ. ഈ ക്രമം ദൈവസഭയിൽ പാലിക്കുവാനാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ദൈവസഭയിൽ സ്ത്രീ പുരുഷന് കീഴ്പ്പെട്ടിരിക്കണം. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല പിതാവ്. ഇതാണ് സഭയുടെ ക്രമം. അതുകൊണ്ട് സ്ത്രീകൾ തലമറച്ചുകൊണ്ട്, മൂടുപടം ഇട്ടുകൊണ്ട് മാത്രമേ അന്തിക ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ പാടുള്ളൂ. സ്ത്രീയും പുരുഷനും ദൈവത്തിന്റെ സാദൃശ്യത്തോട് സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു. ഉൽപ്പത്തി 2:18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. സ്ത്രീ പുരുഷനിൽ നിന്ന് എടുക്കപ്പെട്ടവളാകിയാൽ പുരുഷന്റെ തേജസ് ആകുന്നു. സഭായോഗങ്ങളിൽ വിശുദ്ധ സ്ത്രീകൾ സഭയിൽ തലയിൽ മൂടുപടം ഇട്ടുകൊണ്ട് ദൈവിക ക്രമം പാലിക്കണം. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കടപ്പെട്ടിരിക്കുന്നു. അത് ധരിച്ചുകൊണ്ടാണ് ഈ സൃഷ്ടിപ്പിന്റെ മാതൃക അല്ലെങ്കിൽ ക്രമം പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നതാണ് 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. 8-9 വാക്യങ്ങൾ പറയുന്നു, പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. അതാ ഉൽപ്പത്തി 2:18 മുതലുള്ള വാക്യങ്ങളിൽ പുരുഷൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് പറഞ്ഞ് തക്കതായ ഒരു തുണി ഉണ്ടാക്കി കൊടുക്കുമെന്നും പറഞ്ഞ് അവന് ഗാഠനിദ്ര വരുത്തിയതും അവന്റെ വാരിയലുകളിൽ ഒന്നെടുത്ത് മാംസം വെച്ച് പിടിപ്പിച്ച് അവന് സ്ത്രീയെ സൃഷ്ടിച്ചു കൊടുത്തതും ആ സംഭവം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പം പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല, സ്ത്രീ പുരുഷനിൽ നിന്നാണ് ഉണ്ടായത്. പുരുഷൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ടിട്ട് അവന് തക്ക തുണിയായിരിക്കാനാണ് സ്ത്രീയെ നിർമ്മിച്ചത്.
അപ്പൊ സൃഷ്ടിപ്പിന്റെ ക്രമത്തിൽ സ്ത്രീ പുരുഷന് ശേഷമാണ്. എന്നാൽ മറ്റൊരു കാര്യം, പാപം ചെയ്ത കാര്യത്തിൽ പുരുഷനേക്കാൾ ഒന്നാമനായിരിക്കുന്നു, മുന്നമയായിരിക്കുന്നു. തിമോഥെയോസിന്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, 1 തിമോത്തി 2-ന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. സ്ത്രീ മൗനമായിരുന്ന പൂർണ്ണ അനുസരത്തോടുകൂടി പഠിക്കട്ടെ. മൗനമായിരിക്കാൻ അല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. എന്നാൽ വിശ്വാസത്തിനും സ്നേഹത്തിനും വിശുദ്ധീകരണത്തിനും സുബോധത്തോടെ പാർക്കുന്നു എങ്കിൽ മൗനമായിരിക്കാൻ അല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ആദാമല്ല, സ്ത്രീ അത്രേ ആദ്യം വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലാകപ്പെട്ടത്. ഇതൊക്കെ ചിലരൊക്കെ വ്യാഖ്യാനിച്ച് ഇത് ആ കാലഘട്ടത്തിന് മാത്രമായിട്ടുള്ള ആ കൊരിന്ത്യ സമൂഹത്തിന്റെ ഒരു കാര്യമായിട്ടൊക്കെ പറയും. അങ്ങനെയല്ല. ദൈവവചനത്തിൽ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഓർക്കേണ്ടത് കാലദേശ സീമകൾക്ക് അതീതമായ പ്രസക്തിയുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. സ്ത്രീയോട് കൽപ്പിച്ചതാണ്. ജനസിസ് 3:16. ദാറ്റ് ഈസ് എ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ. അതൊരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ആണ്. സ്ത്രീക്ക് ഗർഭധാരണം ഉണ്ടാകുന്നതും വേദനയോടെ മക്കളെ പ്രസവിക്കുന്നതും കൊരിന്ത്യ സമൂഹത്തിൽ മാത്രമായിരുന്നല്ല, ഏദൻ തോട്ടത്തിൽ മാത്രമായിരുന്നില്ല. അത് ഇന്നും അങ്ങനെ തന്നെ. സ്ത്രീ തന്നെയാണ് പ്രസവിക്കുന്നത്, കഷ്ടവും ഗർഭധാരണവും അവൾക്ക് തന്നെയാണ് ഉണ്ടാകുന്നത്. എങ്കിൽ ആ വചനത്തിൽ ഒറ്റശ്വാസത്തിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി കാര്യത്തിനും സാർവത്രിക പ്രസക്തിയുണ്ട്. ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുക, അവൻ അവളെ ഭരിക്കുകയും ചെയ്യും. ആ കൽപ്പനയ്ക്ക് പ്രസക്തി ഇന്ന് നിലനിൽക്കുന്നു. അത് ഉദ്ധരിച്ചുകൊണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, കീഴ്പ്പെട്ടിരിക്കുന്നതിന്റെ അടയാളമായി, അധീനതാ ലക്ഷ്യമായി വിശുദ്ധ സ്ത്രീകൾ തലയിൽ മൂടുപടമിട്ടുകൊണ്ട് ദൈവിക ക്രമം പാലിക്കണം. സഭയിൽ മൂടുപടമിടുകയും സ്വഭാവത്തിൽ ധിക്കാരം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അപ്പം വേഷം കെട്ട് മാത്രം പോരാ, മൂടുപടത്തേക്കാൾ പ്രസക്തമാണ് കീഴടങ്ങുവാനുള്ള മനസ്സ്. പ്രിൻസിപ്പിളാണ്, തത്വമാണ് പ്രധാനം. നമ്മുടെ കർത്താവിന്റെ ഐകിക ശുശ്രൂഷ വേളയിലെ കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകുന്ന ആ സംഭവം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ ആ കാര്യം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ കർത്താവ് പഠിപ്പിക്കുന്നത് താഴ്മയുടെ ശുശ്രൂഷ മനോഭാവത്തിന്റെ ഒരു ഉദാത്തമായ മാതൃക കാട്ടിത്തരികയാണ്. ഇന്ന് ചില വിശ്വാസ സമൂഹങ്ങൾ എന്ന് പറയുന്നവരിൽ പോലും ചിലരൊക്കെ ഇന്നും ആ കർമാചാരം നടത്തുന്നുണ്ട്. പക്ഷേ കുളിച്ച് കാലും കഴുകി സോക്സ് വിട്ട് AC കാറിൽ വരുന്ന ഒരാളുടെ കാല് കഴുകുന്നതും ആ കാലത്ത് ദീർഘദൂരം നടന്നു വരുന്ന ഒരു വ്യക്തിയുടെ കാല് പൊടിപറ്റിയിരിക്കുമ്പോൾ വീട്ടിലെ അടിമ അല്പം തണുത്ത വെള്ളം കൊണ്ട് കാല് കഴുകുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. പ്രവൃത്തിയുടെ പിന്നിലെ തത്വം പ്രധാനമാണ്, താഴ്മ. അപ്പം കീഴ്പ്പെട്ടിരിക്കുന്നതിന്റെ അടയാളമായിട്ട് മൂടുപടമിട്ട് പ്രാർത്ഥിക്കണം. മൂടുപടമിടുകയും കീഴ്പ്പെടുവാനുള്ള ആ മനസ്സില്ലാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അതിൽ അർത്ഥമില്ല. ഇനി 11-ന്റെ 10-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? 11-ന്റെ 10-ാം വാക്യം വളരെ ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആകയാൽ എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് മേൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ നിമിത്തം. 8-9 വാക്യങ്ങളിൽ സൃഷ്ടിപ്പിന്റെ ക്രമം പ്രസ്താവിച്ചിട്ട് പറയുകയാണ്, ആകയാൽ ദൂതന്മാർ നിമിത്തം അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. വളരെ വികലമായി വ്യാഖ്യാനം ചെയ്ത് കേട്ടിട്ടുണ്ട്. ദൂതന്മാര് കണ്ട് സ്ത്രീകളെ കണ്ട് മോഹിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്ന വികലമായ വ്യാഖ്യാനങ്ങൾ. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ദൈവവചനത്തിൽ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ കാണുന്നത്, മനുഷ്യർ ഉൾപ്പെടെ ഭൂമിയിലുള്ള സകല സൃഷ്ടികളുടെയും സൃഷ്ടിപ്പിന് ദൂതന്മാർ സാക്ഷികളായിരുന്നു. യോബ് 38-ന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട്. ദൈവപ്രവൃത്തി കണ്ട് ആനന്ദിക്കുന്നവരാണ് ദൂതന്മാർ. ദൈവം ഭൂമിയുടെ സൃഷ്ടിപ്പ് നടത്തിയപ്പോൾ
ഒരു പാപിയുടെ മാനസാന്തരം ഉണ്ടാകുമ്പോൾ ഒക്കെയും സന്തോഷിക്കുന്നവരാണ് ദൂതന്മാർ. നിങ്ങൾ ആ സ്ക്രീൻഷോട്ട്സ് എടുത്ത് വെച്ചോണം കംപ്ലീറ്റ് ആവുമ്പോൾ. 3, ദൈവസഭയിലേക്ക് സാഹൂതം കുനിഞ്ഞു നോക്കുന്നവരാണ് ദൂതന്മാർ. എഫേസർ 3:10-11 വാക്യങ്ങൾ, 1 പത്രോസ് 1:12 വാക്യം, ആ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ദൈവസഭയിലേക്ക് സാഹൂതം കുനിഞ്ഞു നോക്കുന്നവരാണ്. 4, സ്തോത്രവേളകളിൽ സന്നിഹിതരായിരിക്കുന്നു. 138 1 വാക്യം. അവിടെ ദേവന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് ഏഞ്ചൽസ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു ദൂതന്മാർ ദൈവമക്കൾക്ക് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. 1:14, ഇബ്രായർ 1:14. അപ്പോൾ ഇങ്ങനെയുള്ള ദൂതന്മാരുടെ മധ്യേ ദൈവിക ക്രമം അനുസരിച്ചുകൊണ്ട് കണ്ടല്ലോ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ ദൂതന്മാർ സന്തോഷിക്കുക, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ ദൂതന്മാർ സന്തോഷിക്കുക. അവര് ദൈവിക ക്രമം അനുസരിച്ചുകൊണ്ട് സഭയിലെ കാര്യങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ അവർ സന്തോഷിക്കുക. അതിലൊന്നാണ് സ്ത്രീ ദൈവം വെച്ചിട്ടുള്ള വ്യവസ്ഥ പോലെ മൂടുപടം അണിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുമ്പേ നമ്മൾ പറഞ്ഞത് മറന്നു പോകണ്ട. എന്താണ്? യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നല്ല, ആണും പെണ്ണുമെന്നില്ല, എല്ലാവരും ഒന്നാകുന്നു. ആ സമത്വത്തെ കുറിച്ചാണ് 11-12 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്. 11-12 വാക്യങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സാറേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? റിലേറ്റഡ് ആണെങ്കിൽ ചോദിച്ചോ. അല്ല സാറേ, എപ്പിസ്കോപ്പൽ സഭയിൽ ബിഷപ്പുമാർ തലയിലെ മൂടുപടം ഇടുന്നത് എന്തുകൊണ്ടാണ്? തലയിടാൻ പാടില്ല. അവർ ചെയ്യുന്ന എന്തെല്ലാം തെറ്റുകളുണ്ടാവും. വിഗ്രഹങ്ങളെ മുന്നിൽ വെച്ചിട്ട് ആരാധിക്കുന്ന വിഗ്രഹ ആരാധന പാടില്ല എന്ന് പറയുന്ന അവർ ചെയ്യുന്ന, അതിന് നമുക്ക് എന്താ ചെയ്യാനൊക്കും? എബി അത് ചെയ്യാതിരുന്നാ പോരെ? അതുകൊണ്ടല്ലേ നമ്മൾ അതിനെയൊക്കെ വിട്ടിട്ട് പോരുന്നത്. അല്ല, അതിന്റെ ന്യായം വചനപ്രകാരം വല്ലതും ഉണ്ടോന്ന് അറിയാനായിരുന്നു. പിശാചിന്റെ തന്ത്രം മുമ്പേ നമ്മൾ പറഞ്ഞു, വിഗ്രഹഭേദമില്ല, വിഗ്രഹാർപ്പിത ഭേദമില്ല. പിന്നെ ഈ വിഗ്രഹാരാധന, ഞാൻ അന്ന് പറഞ്ഞല്ലോ നിങ്ങളോട്, വിഗ്രഹത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ശക്തി വസിക്കുന്നു എന്നല്ല, ദൈവകൽപ്പനയുടെ ലംഘനത്തിൽ പ്രമോദിക്കുന്നവനാണ് പിശാച്. അതായത് എബി ഞാനും കൂടെ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്, എബിക്ക് ഐസ്ക്രീം കൊണ്ടുവച്ചു, നമ്മൾ രണ്ട് കൊച്ചു പിള്ളേരാ, ഐസ്ക്രീം കൊണ്ടുവച്ചു, എനിക്ക് ഐസ്ക്രീം കിട്ടുന്നില്ല, ഞാൻ എന്തോടുത്ത് എബിയുടെ ഐസ്ക്രീമിനകത്ത് മണ്ണ് വാരിയിട്ടു എന്ന് പറഞ്ഞതുപോലെ താൻ ആരാധന ആഗ്രഹിക്കുന്നു, തനിക്ക് കിട്ടുന്നില്ല, എന്നാ പിന്നെ കല്ലിനെ മണ്ണിനെ ആരാധിക്കണം. മനുഷ്യന്റെ അറ്റൻഷൻ ദൈവ കൽപ്പനയുടെ ലംഘനം നടത്തിക്കുക, അതാണ് പിശാചിന്റെ ഏറ്റവും വലിയ ഒരടവ്. ചെയ്യരുതെന്ന് എന്തൊക്കെ ഇതിവിടെ ഉണ്ടോ അതൊക്കെ ചെയ്യിപ്പിക്കുക, അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സാർവലൗകിക പിതാവൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വണക്കം കൈമൊത്തം സ്വീകരിച്ച് ഇങ്ങനെ ഇരുന്ന് ദൈവത്തെ പോലെ വാഴുകയാണ്. അതിനൊന്നും നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നാം ആ സമൂഹങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി വേർപെട്ട കൂട്ടമായിട്ട് മുന്നോട്ട് പോകുന്നത്. ആകട്ടെ, നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ സ്ത്രീക്ക് ഇങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചിരിക്കുന്നു. പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 12 വാക്യങ്ങൾ. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. സ്ത്രീ പുരുഷനിൽ നിന്ന് ഉണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. എന്നാൽ സകലത്തിനും ദൈവം കാരണഭൂതൻ. അത് പറഞ്ഞിരിക്കുന്നതാണ് അതിന്റെ ആ ഗലാത്യ ലേഖനവുമായിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു യുക്തമായി ചേർന്ന് പോകുന്നത്. സ്ത്രീയും പുരുഷനും ദൈവം മുൻപാകെ സമന്മാരാകുന്നു എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടെ വായനക്കാരെ അദ്ദേഹം ബോധ്യപ്പെടുത്തുകയാണ്. ഇത് പത്രോസും പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 3:7 വാക്യത്തിൽ പറയുന്നുണ്ട്, സ്ത്രീകൾ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാകിയാൽ അവർക്ക് അർഹമായ ബഹുമാനം, സ്ഥാനം കൊടുക്കണം. പലർക്കും ഇന്ന് കല്യാണമൊക്കെ നടക്കുന്നുടനെ ഭാര്യമാര് ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം എന്നൊക്കെ പറയുന്ന പ്രമാണങ്ങൾ മാത്രം കേൾക്കും, അത്രേ കേൾക്കത്തുള്ളൂ. കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് കീഴ്പ്പെടുത്തുവാനുള്ള പരിശ്രമം കീഴ്പ്പെടുത്തുവാൻ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. റെസ്പെക്ട് ഏൺ ചെയ്യുകയാണ്, ലവ് ഏൺ ചെയ്യുകയാണ്. സ്ത്രീ സ്വയം സബ്മിഷനാണ്, കീഴെ പ്രതിഷ്ഠിക്കുക. യുപോട്ടാസോ, കീഴെ പ്രതിഷ്ഠിക്കുകയാണ്. സബ്ജുഗേഷൻ അനുവദിച്ചിട്ടില്ല. കീഴ്പ്പെടുത്തുവാൻ ഒരു പുരുഷനെയും ദൈവം അനുവദിച്ചിട്ടില്ല. നമുക്ക് വായിച്ചു കഴിയുമ്പോൾ
ദേവദാസന്മാർ അത് പറയാറുള്ളതാണ്, പക്ഷെ കേൾക്കാറില്ലെന്നേ ഉള്ളൂ. സ്ത്രീയോട് പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചത് ഉദ്ധരിച്ചുകൊണ്ട് പുരുഷനോടാ പറഞ്ഞിരിക്കുന്നത്. ആകട്ടെ, മുന്നോട്ട് പോകാം. അപ്പോൾ അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. അതുകൊണ്ട് അർഹമായ ബഹുമാനം അവർക്ക് കൊടുക്കണം. ക്രിസ്തുവിൽ പുരുഷനെ കൂടാതെ, കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. അക്കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഇനി മൂന്നാമത്, സ്ത്രീക്ക് സഭയിലുള്ള സ്ഥാനം സംബന്ധിച്ച് പ്രകൃതി നൽകുന്ന ഒരു പാഠം. ആ മൂടുപടം എടുത്തത് അധീനതാ ലക്ഷണത്തിന്റെ അടയാളമാണെന്ന് പറഞ്ഞല്ലോ. മൂടുപടത്തിന്റെ ഒരു മാതൃക ദൈവം തന്നെ വെച്ചിരിക്കുന്നതാണ് സ്ത്രീക്ക് നീളമുള്ള മുടിയും പുരുഷന് വെട്ടി ഒതുക്കിയ മുടിയും. എന്നോട് ചോദിക്കരുത് ഇന്ന് സ്ത്രീകൾ മുടി വെട്ടുന്നുണ്ടല്ലോ എന്ന്. അതിന് ഞാൻ എന്ത് ചെയ്യാനുള്ളൂ? പ്രകൃതി തന്നെ നൽകുന്ന ഒരു പാഠമാണ്. സ്ത്രീകൾക്കാണ് നീളമുള്ള മുടി യോജിക്കുന്നത്. പുരുഷന് നീട്ടിയ മുടി എന്ന് പറയുന്നത് ഒരു വൃത്തികേടായിട്ടാണ് നമുക്ക് തോന്നുവാൻ സാധിക്കുന്നത്. ഒരു കാലത്ത് ഹിപ്പീസ് ഒക്കെ ഇറങ്ങിയപ്പോഴൊക്കെ മുടി നീട്ടി വളർത്തുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. ചെറുപ്പക്കാരൊക്കെ, നമ്മുടെ സാധാരണ ചെറുപ്പക്കാർ ഒരു അളവ് വരെയൊക്കെ നീട്ടി. എന്നാൽ ഇന്ന് സ്ത്രീകളെ പോലെ മുടി നീട്ടി വളർത്തുന്ന പുരുഷന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കാണാൻ അത്ര ഭംഗി തോന്നാറില്ല. സ്ത്രീക്ക് എന്നാൽ മുടിയൊക്കെ വെട്ടി തീരെ രോഗങ്ങൾ മൂലമൊക്കെ മുടി പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അതല്ല ഞാൻ മീൻ ചെയ്തത്. അപ്പോൾ പ്രകൃതി നൽകുന്ന ഈ പാഠവും സ്ത്രീ മൂടുപടമിട്ട് നടക്കുക എന്നുള്ളതാണ്. ഈ അടിസ്ഥാന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ആ വിഷയങ്ങൾ പ്രതിപാദിക്കുകയാണ്. ഇനി അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്. കർത്താവിന്റെ അത്താഴം. കർത്താവിന്റെ അത്താഴം സംബന്ധിച്ച് പറയുമ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ട് കാണാം. സ്നേഹവിരുന്നുകളിലെ ക്രമക്കേടുകളും തിരുവത്താഴത്തിന്റെ ക്രമവും. സ്നേഹവിരുന്നുകളിലെ ക്രമക്കേടുകളും തിരുവത്താഴത്തിന്റെ ക്രമവും. ഒന്നാമത് കർത്തൃമേശയെ പറ്റി പറയുന്ന ഒരു അധ്യായം, 11-ാം അധ്യായം നമ്മൾ കർത്തൃമേശയ്ക്കൊക്കെ നിരന്തരം വായിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ വായിച്ചു കേൾക്കുന്നതാണ്. അതിന്റെ ആരംഭ ഭാഗം 17 മുതൽ 22 വരെയുള്ളത് അവരുടെ സ്നേഹവിരുന്നുകളെ പറ്റിയാണ് പറയുന്നത്. കർത്തൃമേശയ്ക്ക് മുൻപായി അന്ന് നടന്നു വന്നിരുന്ന സ്നേഹവിരുന്നുകൾ. നമ്മുടെ കർത്താവ് തന്റെ ഐഹിക ശുശ്രൂഷ വേളയിൽ പലപ്പോഴും സ്നേഹിതന്മാരുടെ കൂടെ സ്നേഹവിരുന്നുകളിൽ പങ്കെടുത്തിരുന്നു. ദൈവനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആദിമ സഭയിലും വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ സ്നേഹവിരുന്നുകൾ സാധാരണമായിരുന്നു. പ്രവർത്തികൾ 2:42 46 ഒക്കെ പറഞ്ഞിരിക്കുന്നത് സ്നേഹവിരുന്നുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്നേഹവിരുന്ന് എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്ക് വേണ്ടി, അതായത് ധനികനായവൻ ദരിദ്രന്മാരുമായി തന്റെ നന്മകൾ പങ്കിടേണ്ടതിന് ഉണ്ടായിരുന്ന സ്നേഹവിരുന്നുകളാണ്. ഈ സ്നേഹവിരുന്നിന്റെ പർപ്പസ് ഉള്ളവനില്ലാത്തവനുമായി തന്റെ ഭക്ഷണം പങ്കിടുക എന്നുള്ളതായിരുന്നു. എന്നാൽ പലപ്പോഴും ഉള്ളവനില്ലാത്തവനുമായി തന്റെ ഭക്ഷണം പങ്കിടുക, അല്ലെങ്കിൽ തന്റെ നന്മ പങ്കിടുക എന്നുള്ള ആ ലക്ഷ്യം അവർ മറന്നുപോയി. കൊരിന്ത്യ സഭയിലും സ്നേഹവിരുന്നുകൾ സാധാരണമായിരുന്നു. എന്നാൽ അവരുടെ കൂട്ടായ്മകളിൽ സ്വാർത്ഥത, വിരുന്നുകളിൽ കൂട്ടായ്മയേക്കാൾ അധികം സ്വാർത്ഥത നിറഞ്ഞു നിന്നു. അവരുടെ സമ്പന്നന്മാർ തങ്ങളുടെ സമൃദ്ധമായ ആഹാര പദാർത്ഥങ്ങൾ സഭായോഗങ്ങളിലേക്ക് കൊണ്ടുവരികയും ദരിദ്രന്മാരുടെ വിശപ്പ് കണക്കിടാതെ അവരുടെ മുൻപാകെ തിന്നുകയും തങ്ങൾക്ക് ലഹരി പിടിക്കുമാറ് കുടിക്കുകയും ചെയ്തു. സ്നേഹവിരുന്നുകളുടെ ഉദ്ദേശം ഇല്ലാത്തവൻ ഉള്ളവനുമായി പങ്കിടുക എന്നുള്ളതാണ്. എന്നാൽ ദരിദ്രന്മാരായ വിശ്വാസികളെ മുറിവേൽപ്പിക്കും വിധമായിരുന്നു അവരുടെ സ്നേഹവിരുന്നുകൾ. അതുകൊണ്ട് പൗലോസ് 17-ാം വാക്യത്തിൽ പറയുകയാണ്, അത് നിങ്ങൾക്ക് നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ ഇടയാക്കുന്നത്. തുടർന്ന് 20 മുതലുള്ള വാക്യങ്ങളിൽ 20-21 വാക്യങ്ങൾ പറയുകയാണ്, നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കയിൽ ഓരോരുത്തൻ താന്താന്റെ അത്താഴം മുൻപേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചുമിരിക്കുന്നു.
ഓരോരുത്തൻ താന്താന്റെ അത്തരം മുമ്പേ കഴിക്കുന്നു. ഒരുവൻ വിശന്നിരിക്കുന്ന മറ്റൊരുവൻ ഭക്ഷിച്ച് തൃപ്തനായി ലഹരി പിടിച്ചിരിക്കുന്നു. കൊരിന്ത്യ സമൂഹത്തിൽ അല്ലെങ്കിൽ സഭയിൽ സ്നേഹവിരുന്നുകൾക്ക് ശേഷം കർത്താവിന്റെ മേശ നടത്തുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ വിശന്നിരിക്കുന്നവരെ അവഗണിച്ചുകൊണ്ട് സമ്പന്നന്മാർ കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുന്നത് പതിവായിരുന്നു. സമ്പന്നന്മാരെന്നോ ദരിദ്രന്മാരെന്നോ വ്യത്യാസമില്ലാതെ സകല പാപികളുടെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകേണ്ടതിന് യാഗമായി തീർന്ന കർത്താവിന്റെ കഷ്ടാനുഭവങ്ങൾ ഓർത്തുകൊണ്ട് വേണം കർത്തൃമേശയിൽ പങ്കാളികളാകേണ്ടത്. അപ്പോൾ വിശന്നിരിക്കുന്നവരെ അവഗണിക്കുക, എന്നിട്ട് കർത്താവിന്റെ മേശയിൽ പങ്കാളികളാകുന്നു. 22-ാം വാക്യത്തിൽ പൗലോസ് ചോദിക്കുന്ന, തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? അല്ല, ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? നിങ്ങളെ എന്ത് പറയേണ്ടോ? നിങ്ങളെ പുകഴ്ത്തുകയോ? ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങളുടെ ഈ പ്രവൃത്തി വളരെ മോശമായ പ്രവൃത്തിയാണ്. നിങ്ങൾക്ക് വീടുകളിൽ വെച്ച് കഴിക്കാമായിരുന്നു. എന്നാൽ ദരിദ്രന്മാരുടെ മുൻപാകെ നിങ്ങളുടെ സമൃദ്ധമായ ആഹാരം കൊണ്ടുവന്ന് അവരെ തുച്ഛീകരിച്ച് അവരുടെ മുൻപിൽ വെച്ച് നിങ്ങൾ ഭക്ഷിക്കുന്നു. ദൈവസഭയിൽ ദാസനും സ്വതന്ത്രനും ഡ്യൂലോസ് ആൻഡ് എല്യൂത്തറോസ് ഒരേ സ്ഥാനമാണ്. അതുകൊണ്ട് ദരിദ്രനോട് നിന്ദയും അവഗണനയും കാട്ടി ദൈവസഭയെ തുച്ഛീകരിക്കുന്നത്, അതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുകയല്ല. അവരുടെ പ്രവൃത്തിയെ പൗലോസ് ശാസിക്കുകയാണ്. കൂട്ടായ്മ കാണുന്നില്ല. കൂട്ടായ്മ എന്ന് പരിഭാഷ ചെയ്തിരിക്കുന്നത് കൊയിനോനിയ എന്നുള്ള ഒരു ഗ്രീക്ക് പദമാണ്. കൊയിനോനിയ എന്ന ഗ്രീക്ക് പദമാണ് കൂട്ടായ്മ എന്ന് പരിഭാഷ ചെയ്ത് കാണുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം കൊയിനോനിയ. അവസാനത്തെ എഴുതിയിരിക്കുന്നതിന്റെ ഫെലോഷിപ്പ്, അതിന്റെ ഗ്രീക്ക് കൊയിനോനിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് കൂട്ടായ്മ എന്ന് പരിഭാഷ ചെയ്തിരിക്കുന്നത്. ഈ പദത്തിന് പങ്കാളിത്തം അഥവാ പാർട്ട്ണർഷിപ്പ്, സഹവാസം അഥവാ ഫെലോഷിപ്പ്, കൂട്ടായ്മ അഥവാ കമ്മ്യൂണിയൻ, പങ്കുവയ്ക്കൽ അഥവാ ഷെയറിംഗ്, സഹകരണം അഥവാ പാർട്ടിസിപ്പേഷൻ എന്നീ അർത്ഥങ്ങളുണ്ട്. കൊയിനോനിയ എന്ന വാക്കിന് പാർട്ട്ണർഷിപ്പ്, ഫെലോഷിപ്പ്, കമ്മ്യൂണിയൻ, ഷെയറിംഗ്, പാർട്ടിസിപ്പേഷൻ എന്നീ അർത്ഥങ്ങളുണ്ട്. പങ്കാളിത്തം, സഹവാസം, കൂട്ടായ്മ, പങ്കുവയ്ക്കൽ, സഹകരണം എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരുത്തനെ നിലനിർത്തുവാൻ വളരെ പ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് കൂട്ടായ്മ, കൊയിനോനിയ. കൂട്ടായ്മയിൽ പങ്കാളിത്തമുണ്ട്, സഹവാസമുണ്ട്, പങ്കുവയ്ക്കലുണ്ട്, സഹകരണമുണ്ട്. എത്ര ശക്തനായ വിശ്വാസിയായാലും കൊയിനോനിയ ഇല്ലെങ്കിൽ വീണുപോകും. കൊയിനോനിയ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കൂട്ടായ്മ ഇല്ലെങ്കിൽ വീണുപോകും. ഞാൻ ആ പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം നിങ്ങളുടെ മുൻപിൽ കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വൃക്ഷങ്ങളാണ് കാലിഫോർണിയയിലെ റെഡ്വുഡ് ട്രീസ്. ഇത് ഏതാണ്ട് 300 അടി 100 മീറ്ററിലേറെ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന റെഡ്വുഡ് ട്രീസ് ഉണ്ട്. ഏതാണ്ട് 600-700 വർഷങ്ങളിലേറെ പ്രായമുള്ളവയുണ്ടെന്നാണ് ചിലർ പറയുന്നത്. ചില വൃക്ഷങ്ങൾക്ക് 2000-ലേറെ വർഷം പഴക്കമുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ വൃക്ഷങ്ങളുടെ വലുപ്പത്തിന്റെ ഒരു ഏകദേശ ചിത്രം ലഭിക്കേണ്ടതിന് ഇതാ മറ്റൊരു ചിത്രം കാണിക്കാം. ഒരു റെഡ്വുഡ് ട്രീയുടെ അടിഭാഗത്തൂടെ
ഒരു മല തുരക്കുന്നത് പോലെ വൃക്ഷം തുരന്ന് അതിനുള്ളിലൂടെ കടന്നു പോകുന്ന ഒരു റോഡാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഫോട്ടോയാണ് കേട്ടോ, ആരെങ്കിലും വരച്ച ഗ്രാഫിക് ചിത്രമൊന്നുമല്ല, ഫോട്ടോയാണ്. ഇത്ര ഭീമാകാരമായ ഒരു വൃക്ഷം. അപ്പൊ ഇത്രയും ഭീമാകാരമായ ഒരു വൃക്ഷം നിലനിൽക്കണമെങ്കിൽ അതിന്റെ വേരുകൾ നന്നായി ഉറപ്പുള്ള നിലയിൽ ഉണ്ടായിരിക്കണം, ഇല്ലേ? പ്രത്യേകിച്ച് കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ വലിയ ഭൂകമ്പങ്ങളുള്ള, വലിയ കാറ്റടിക്കുന്ന പ്രദേശമാണ്. നമുക്ക് പരിചയമുള്ള ചിലരൊക്കെ കാലിഫോർണിയയിലൊക്കെ പഠിക്കുന്നു ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ വളരെ ഭൂകമ്പങ്ങളും അതിശക്തമായ കാറ്റുമൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് കാലിഫോർണിയ. അവിടെ ഇത്രയും ഭീമാകാരമായി ഉയർന്നു നിൽക്കുന്ന ആ പടുകൂറ്റൻ വൃക്ഷങ്ങൾ. പക്ഷേ ഒരു പ്രത്യേകത അറിയാമോ? ഈ വൃക്ഷങ്ങളുടെ വേരുകൾ കഷ്ടിച്ച് 6 അടി 7 അടിയിൽ താഴോട്ട് പോകാറില്ല. 6 അടിയിൽ താഴെ, അല്ലെങ്കിൽ മാക്സിമം 8 അടിയൊക്കെയാ കാണുന്നത്. താഴ്ചയിലേക്ക് ഇറങ്ങുന്നില്ല. പിന്നെ ഈ വൃക്ഷങ്ങൾ എങ്ങനെ ഈ കാറ്റിനെയും എങ്ങനെ ഈ ഭൂകമ്പത്തെയും അതിജീവിക്കുന്നു? അത് നിങ്ങൾ കാണുന്ന ചിത്രത്തിൽ കാണുന്നത് പോലെ, 3-ാമത്തെ ചിത്രത്തിൽ കാണുന്ന പോലെ ഇന്റർട്വൈൻഡ് ആയിട്ടുള്ള വേരുകൾ, കൂടി പിണഞ്ഞു കിടക്കുന്ന വേരുകളാണ് റെഡ്വുഡ് ട്രീസിന്റെ. സമീപത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളുടെ വേരുകളുമായി കൂടിപ്പിണഞ്ഞ ഒരു നെറ്റ്വർക്ക് പോലെ ഇങ്ങനെ കിടക്കുകയായി വൃക്ഷങ്ങളുടെ വേരുകൾ. അപ്പൊ ഒരു വൃക്ഷം കാറ്റടിച്ച് വലത്തോട്ട് ചരിഞ്ഞാൽ താഴത്തെ വേരുകളെല്ലാം മുറുകെ പിടിച്ചിരിക്കുക, പോയില്ല. മറ്റൊരുത്തൻ ഇടത്തോട്ട് ചരിഞ്ഞാൽ വേരുകൾ മുറുകെ പിടിച്ചിരിക്കുക, പോയില്ല. തന്റെ സ്വന്തം വേരിന്റെ മിടുക്കുകൊണ്ട് മാത്രമല്ല, പരസ്പരം ഈ വേരുകൾ കൂടിപ്പിണഞ്ഞ് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് പരസ്പരം താങ്ങി ഉയർത്തുകയാണ്. ഇങ്ങനെ ആ വൃക്ഷങ്ങൾ ഉയരത്തിലേക്ക് തല ഉയർത്തി ഇങ്ങനെ നിൽക്കുന്നത് പരസ്പരം താങ്ങി ദീർഘായുസ്സായി നിലകൊള്ളുന്നത് നമ്മുടെ പ്രകൃതിയിൽ കാണുന്നതാണ്. ഇതാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. കൂട്ടായ്മയുടെ ലക്ഷ്യം ഇതാണ്: സഹോദരനെ താങ്ങുക, പരസ്പരം താങ്ങുക. ഒരുവനെ ഒരുവൻ ഒടുക്കിക്കളയുവാനല്ല ദൈവവചനം പറയുന്ന, അല്ലെങ്കിൽ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. സഹോദരനെ നിലനിർത്തുവാൻ, അവനെ പണിയുവാൻ, അവനെ പോഷിപ്പിക്കുവാൻ, അവനെ താങ്ങാകുവാൻ, ചാരാകുവാൻ, അവനെ ഉയർത്തിക്കൊണ്ടുപോകുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനാണ്. കൂട്ടായ്മ. കൊരിന്ത്യ സഭ മറന്നുപോയതുപോലെ ഇന്നത്തെ സഭയെ മറന്നുപോയിരിക്കുന്ന ഒരു കാര്യമാണ് കൊയിനോനിയ, കൂട്ടായ്മ, പങ്കാളിത്തം. നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തിട്ട്, കൊയിനോനിയ, പങ്കാളിത്തം, സഹവാസം, കൂട്ടായ്മ, പങ്കുവയ്ക്കൽ, സഹകരണം, ഇക്കാര്യങ്ങളെല്ലാം അടങ്ങുന്നതാണ് കൂട്ടായ്മ. നമ്മുടെ സമയം പെട്ടെന്ന് പോകുന്നതുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. തിരുവത്താഴത്തിന്റെ ക്രമം 23 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് വിവരിക്കുന്ന കാര്യങ്ങൾക്ക് മത്തായിയുടെ സുവിശേഷം 26, മർക്കോസ് 14, ലൂക്കോസ് 22 നമ്മുടെ കർത്താവിന്റെ മേശയുടെ പ്രതിഷ്ഠാപനം നടക്കുന്നത് നമുക്ക് അവിടെയാ കാണുവാൻ സാധിക്കുന്നത്. പൗലോസ് കർത്താവിന്റെ മേശയ്ക്ക് അല്ലെങ്കിൽ തിരുവത്താഴത്തിന് 2 പേരുകൾ പറയുന്നുണ്ട്. ഒന്ന് കർത്താവിന്റെ അത്താഴം 11:25, 21. അനുഗ്രഹപാത്രം 10:16, അനുഗ്രഹപാത്രം. കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് പെസഹ കഴിച്ചതിന്റെ വിവരങ്ങളാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ കർത്താവ് അപ്പത്തെ തൃക്കരങ്ങളിൽ എടുത്ത് വാഴ്ത്തിയ ശേഷം അത് തന്റെ ശരീരത്തിനും, വീഞ്ഞിനെ വാഴ്ത്തിയതിനു ശേഷം അത് തന്റെ രക്തത്തിനും നിഴലായിരിക്കുന്നുവെന്നും തന്റെ ഓർമ്മയ്ക്കായി ശിഷ്യന്മാരും ഔവണ്ണം ചെയ്യുവീനെന്നും കൽപ്പിച്ചു. ഈ വചനഭാഗങ്ങളിലെല്ലാം പുതിയ നിയമത്തിൽ നിന്നുള്ള എന്റെ രക്തം എന്ന പ്രയോഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം, പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. കർത്താവിന്റെ രക്തം അർപ്പിക്കപ്പെട്ടത് ഒരു പുതുനിയമത്തിന്റെ, ഒരു പുതിയ ഉടമ്പടി, കവനന്റിന്റെ ഉറപ്പിന് വേണ്ടിയായിരുന്നു. ആദ്യ നിയമം
രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല എന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട് 9:18. ആദ്യ നിയമം എന്ന് പറയുന്നത് മോശ തനിക്ക് ലഭിച്ച ന്യായപ്രമാണം ജനത്തെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൽ ജനം അതെല്ലാം അനുസരിച്ച് നടന്നുകൊള്ളാമെന്ന് പറയുമ്പോൾ അവരുടെ മേൽ യാഗമൃഗത്തിന്റെ രക്തം തളിച്ചുകൊണ്ട് നിയമം ഉറപ്പിച്ചു. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് എബ്രായർ 9:18 പറയുകയാണ്, ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. അടുത്ത ഒരു വാക്യം കഴിഞ്ഞ് 9:20 പറയുകയാണ്, ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം പുതുനിയമത്തിന്റെ ഉറപ്പിനായി തളിക്കപ്പെട്ട രക്തമാണ്. പഴയ നിയമം ഉറപ്പിച്ചപ്പോൾ നിഴലായ രക്തം, യാഗമൃഗത്തിന്റെ രക്തം നിഴലായ വസ്തുക്കളിന്മേൽ, കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണത്തിന്മേലും ജനത്തിന്റെ മേലും തളിച്ചിരുന്നു. എന്നാൽ പുതു നിയമത്തിന്റെ രക്തം, പുതിയ ഉടമ്പടിയുടെ രക്തം കൈപ്പണിയായ വസ്തുക്കളിന്മേലല്ല, ഉടമ്പടി ചെയ്ത വിശുദ്ധന്മാരുടെ മനസാക്ഷിയിലാണ് തളിക്കപ്പെടുന്നത്. പുതു ഉടമ്പടിയുടെ രക്തം ഉടമ്പടി ചെയ്ത വിശുദ്ധന്മാരുടെ ഹൃദയങ്ങളിലാണ് തളിക്കപ്പെടുന്നത്. എബ്രായർ 9:13-14 വാക്യങ്ങൾ നമുക്ക് കാണാപ്പാടമാണ്. എബ്രായർ 9:13-14 ആട്ടുകൊറ്റന്മാരുടെ രക്തങ്ങളുടെയും കാളകളുടെയും രക്തവും മല്ലപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ, നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പൊ നമ്മുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരാണ് നാം. പത്രോസ് അത് പറയുന്നുണ്ട്. 1 പത്രോസ് 1:2 വാക്യത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധന്മാരെ പത്രോസ് വിളിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട വൃതന്മാർ. നമ്മൾ ആരാ? വിശുദ്ധന്മാരാരാണ്? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവർ. തളിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ അതിന് പുറകിൽ പറഞ്ഞിരിക്കുന്നു. പുതിയ ഉടമ്പടിക്ക് അനുസരിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ചിരിക്കുന്നവരാണ് വൃതന്മാർ. വൃതൻ എന്ന് പറയുമ്പോൾ വൃദ്ധനല്ല കേട്ടോ, എലക്ട് എന്നാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നാണ് അർത്ഥം. വൃതൻ എന്ന് പറഞ്ഞാൽ എലക്ട്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം എന്ന് പറഞ്ഞാൽ നാം പുതു ഉടമ്പടിയിൽ പങ്കാളികളായിരുന്നു കൊള്ളാമെന്ന് പറഞ്ഞ് ആ ഉടമ്പടിക്ക് കീഴടങ്ങി മുന്നോട്ട് പോകുന്നവരാണ്. പഴയ ഉടമ്പടി കൽപ്പലകകളിൽ എഴുതപ്പെട്ട് കൈപ്പണിയായ മന്ദിരത്തിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു. പഴയ ഉടമ്പടി കൽപ്പലകകളിൽ എഴുതപ്പെട്ടതും കൈപ്പണിയായ മന്ദിരത്തിൽ പ്രതിഷ്ഠിച്ചതുമായിരുന്നു. പുതിയ ഉടമ്പടി സംബന്ധിച്ച് എന്താണ് പറയുന്നത്? യിരെമ്യാ 31:33 വാക്യം ഒന്ന് വായിച്ചാട്ടെ. യിരെമ്യാ 31:33. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർക്ക് ജനമായി ഇരിക്കുമെന്ന് കൊണ്ട് അരുളപ്പാട്. ചെയ്യുകയാണ്. 5 നൂറ്റാണ്ടുകൾക്ക് മുൻപ്, ക്രിസ്തുവിന് 5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് യിരെമ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്യുകയാണ്, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം, കവനന്റ്, ഉടമ്പടി ഇങ്ങനെയാണ്, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി. ഇപ്പം കൽപ്പലകയിൽ എഴുതി പെട്ടിക്കകത്ത് വെച്ചിരിക്കുക. ഇനി അത് ഉള്ളിലാക്കി, അവരുടെ ഹൃദയത്തിലാക്കി, ഞാൻ അവർക്ക് ദൈവമായും അവർ ജനമായും ഇരിക്കും. പുതുനിയമത്തെ പറ്റി യിരെമ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്തിരിക്കുകയാണ്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന് വായിപ്പിക്കുന്നില്ല, നിങ്ങൾ നോട്ട് ചെയ്തു. എസ്കേൽ 36-26-27 വാക്യങ്ങൾ. അവിടെയും ഈ നിയമത്തെ പറ്റി പറയുകയാണ്. ഇത് ആലേഖനം ചെയ്യുന്നത് കൽപ്പലകളിലല്ല, ഹൃദയത്തിന്റെ മാംസപ്പലകയിലാണ് ഇത് ആലേഖനം ചെയ്തിരിക്കുന്നത്. പുതുനിയമം എബ്രായർ 8:10 വാക്യം, എബ്രായർ 8:10-10:16 അവിടെയൊക്കെയും ആവർത്തിച്ച് പറയുകയാണ്, ഈ നിയമം എഴുതപ്പെട്ടിരിക്കുന്നത് മാംസപ്പലകയിലാണ്, ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ. അപ്പോൾ നമ്മൾ പുതുനിയമത്തിന്റെ കവനന്റ് പാർട്ട്നേഴ്സ് ആണ്. 2 കക്ഷികൾ ഒരു ഉടമ്പടിയിൽ യോജിക്കുമ്പോൾ ഉടമ്പടിയുടെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി അനുസരിക്കുവാൻ ഇരുപക്ഷവും ബാധ്യസ്ഥരാണ്.
ഉടമ്പടിയുടെ അനുസരണത്തിന് അനുഗ്രഹമുണ്ട്, ഉടമ്പടിയുടെ ലംഘനത്തിന് ശിക്ഷയുണ്ട്. അതും ഉടമ്പടിയുടെ ഭാഗമാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ കാണുന്നുണ്ട് ആദ്യത്തെ 13 വാക്യങ്ങളിൽ ഉടമ്പടി അനുസരിക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങളാണ്. ബാക്കി മുഴുവൻ വാക്യങ്ങളും ഉടമ്പടി ലംഘനത്തിനുള്ള ശിക്ഷകളാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ അവർ ഉടമ്പടിയുടെ ലംഘനം നടത്തിയത് മൂലം അവരനുഭവിച്ച ഓരോ ലംഘനങ്ങളും ഓരോ ശിക്ഷകളും എന്താണെന്ന് അറിയണമെങ്കിൽ ആവർത്തന പുസ്തകം 28-ാം അധ്യായം 14 മുതൽ താഴോട്ട് വായിച്ചാൽ കാണാം. അവർ പ്രവാസത്തിൽ പോയത് വരെയുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം കാരണം ഉടമ്പടിയുടെ ലംഘനമാണ്. നമ്മൾ അവിടേക്ക് പോകാൻ ഇപ്പൊ തന്നെ സമയം കഴിഞ്ഞിരിക്കുക. അവിടേക്ക് പോകാൻ സമയമുണ്ടോ എന്ന് തോന്നുന്നില്ലെങ്കിലും താല്പര്യമുള്ള ദൈവജനത്തിന് വേണ്ടി പറയാം. പുസ്തകം 15-ാം അധ്യായത്തിൽ യഹോവയാം ദൈവം അബ്രഹാമുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുന്ന ഒരു സന്ദർഭം നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി 15-ാം അധ്യായത്തിൽ അവിടെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അവനവനോട് നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെ, 3 വയസ്സുള്ള കോലാടിനെ, 3 വയസ്സുള്ള ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെ അവൻ കൊണ്ടുവന്നു. ഒത്ത നടുവെ പിളർന്നു ഭാഗങ്ങളെ നേർക്ക് നേരെ വെച്ചു. പക്ഷികളെ അവൻ പിളർന്നില്ല. ഉടലുകളുടെ മേൽ റാഞ്ചൻ പക്ഷി ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിനൊരു ഗാഠനിദ്ര വന്ന് ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിനുശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു വരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരുടെ ചേരും. നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോരിയരുടെ ആക്രമണം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. സൂര്യൻ അസ്തമിച്ചു. ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവെ കടന്നുപോയി, ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ ഈ അനുഗ്രഹങ്ങളെ നൽകി തരുമെന്ന് പറയുക. ശ്രദ്ധിക്കുക, അന്ന് പുരാതന ലോകത്തെ ഒരു കവനന്റ് സ്ഥാപിക്കുന്ന രീതിയായിരുന്നു. മൃഗത്തെ പിളർന്ന് അതിന്റെ നടുവിലൂടെ കവനന്റ് പാർട്ട്നേഴ്സ് നടന്നുപോയിക്കൊണ്ട് ഉടമ്പടി ചെയ്യുന്നത്. ഈ ഉടമ്പടിയുടെ ലംഘനം ഞാൻ നടത്തിയാൽ എന്നെ ഈ മൃഗത്തെ പോലെ കീറിക്കളഞ്ഞുകൊള്ളാം എന്ന് പറയുന്ന ഒരു ഉടമ്പടിയായിരുന്നു. ഇന്ന് നമുക്ക് മുദ്രപത്രത്തിലൊക്കെയാണ് ഉടമ്പടി. ഇവിടെ ഇതാ മൃഗങ്ങളെ കീറി വെച്ച് കളഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചത്? അവിടെ മൃഗങ്ങൾക്ക് നടുവേ നടന്നു പോകേണ്ട അബ്രഹാമിന് ഭീതി, ഒരു ഗാഠനിദ്ര, ഭീതി, അന്ധതമസ്. അബ്രഹാം ഇത് കണ്ട് ഭയന്നുപോയി. എന്നാൽ ഉടമ്പടിയുടെ ഉടമസ്ഥനായിരിക്കുന്നവൻ തന്നെ അതിന്റെ മധ്യ നടന്നുകൊണ്ട് പറയുകയാണ്, നീ ഇത് ലംഘിച്ചാൽ എന്നെ ഇതുപോലെ കീറിക്കളഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അബ്രഹാമിന് 2000 വർഷങ്ങൾക്ക് ശേഷം, ഇന്നേക്ക് 2000 വർഷം മുൻപ് കാൽവറി ക്രൂശിൽ നടന്നത് അതായിരുന്നു. അബ്രഹാമിന്റെ സന്തതിയുടെ ലംഘനത്തിന്റെ ശിക്ഷ ഉടമ്പടി ദാതാവായിരിക്കുന്ന ദൈവം തന്നെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ താൻ കീറിക്കളയുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരാം. കൊരിന്തിലുള്ള വിശ്വാസികൾ ഭയഭക്തി കൂടാതെ കർത്താവിന്റെ മേശയിൽ പങ്കാളികളാകുന്നു. ഇത് പുതു നിയമത്തിന്റെ പുതിയ ഉടമ്പടിയുടെ അടയാളമാണ്. ഇത് അനുഗ്രഹപാത്രമാണ്. ഇത് കർത്താവിന്റെ അത്താഴമാണ്. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാൻ ഞാൻ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. കൊരിന്തിലുള്ള വിശ്വാസികളിൽ ചിലർ അയോഗ്യമായി കർത്താവിന്റെ മേശയിൽ പങ്കെടുത്തു. അവർ ശിക്ഷാവിധിക്ക് അവർക്ക് കാരണമായി തീർന്നു. നാം കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുമ്പോൾ അത് അനുഗ്രഹപാത്രമാകേണ്ടതിന് നാം എപ്രകാരം അതിൽ പങ്കെടുക്കണമെന്ന് പൗലോസ് വിവരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ 8 മിനിറ്റ് അധികരിച്ചു. ചിലരൊക്കെ ലീവ് ചെയ്ത് കഴിഞ്ഞു. ഞാന് കർത്താവിന്റെ മേശയിൽ എങ്ങനെ നിങ്ങൾ പങ്കെടുക്കണം എന്നുള്ള ഭാഗം ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക്
അവിടേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ജോൺസൺ ഡാനിയൽ സർ പ്രാർത്ഥിച്ചാണ്. ഇവാഞ്ചലിസ്റ്റ് ജോൺസൺ ഡാനിയൽ. കരുണാമയനായ ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, ഈ മനോഹര ദിവസത്തിന്റെ സന്ധ്യായാമത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുവചനങ്ങളെ പഠിപ്പാൻ അവിടെ ഞങ്ങളെ ഇടയാക്കിയ സന്ദർഭത്തിനായി നന്ദിയോടെ സ്തോത്രം. അനേകാര്യങ്ങൾക്ക് ലഭിക്കാത്ത ഈ കൃപ അടിയങ്ങൾക്ക് തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ ശ്രേഷ്ഠദാസനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയുവാൻ തക്കവണ്ണം നിന്റെ മകനിലൂടെ ശബ്ദത്തെ അവിടെ ഞങ്ങൾക്ക് വേർതിരിച്ചു തന്ന കൃപയ്ക്കായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു. ആഴങ്ങളിലേക്ക് നോക്കി സ്പർശിക്കുമ്പോൾ അവിടുത്തെ നിന്റെ കൃപാകടാക്ഷത്താൽ അവിടെ ഞങ്ങളെ നിറച്ചങ്ങടെ വൻ കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, പരമയാഗമായ ആ വലിയ സത്യത്തെ ഞങ്ങൾക്ക് ഇന്ന് ഉൾക്കൊള്ളുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ദാസനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി വർദ്ധിപ്പാൻ പരിശുദ്ധനോട് സഹായിക്കണം. ഇന്ന് രാത്രി ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. സുഖകരമായ ഉറക്കത്തെ പ്രദാനം ചെയ്യണമേ. അവിടെ ഞങ്ങളെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. സമസ്തവും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപയിൽ സൂക്ഷിച്ചാട്ടെ, പരിപാലിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ യാചിക്കുന്നത് ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ.